നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. നമ്മളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയില്ലായിരിക്കും. ഒരു ഡോക്ടറോട് പോലും എങ്ങനെ പറയും എന്നൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് പ്രശ്നങ്ങൾക്ക് ഒരു മറുപടിയാണ് ഏജ്ലെസ് ബൈ ഡോക്ടർ അനുഗ്ര എന്ന സ്ഥാപനം. കേരളത്തിൽ തന്നെ ഇത്തരം ഒരു സ്ഥാപനം ആദ്യമാണ് എന്നാണ് ഡോക്ടർ അനുഗ്ര ബാബുരാജ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണ് ഡോക്ടർ അനുഗ്ര മുന്നോട്ട് വയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ഡോക്ടർ അനുഗ്ര ന്യൂസ് 3യിലേക്ക്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകും ശാരീരികമായി. പക്ഷെ അതൊക്കെ ജീവിതാവസാനം വരെ ചിലപ്പോൾ അങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകും, അത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് പ്രധാനമായും നമുക്കുള്ളതെന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഐ എം ഡോക്ടർ അനുഗ്ര. ഐ ആം ആക്ച്വലി ആൻ ആൻറ്റി ഏജിങ് ആൻഡ് എസ്തറ്റിക് ഫിസിഷ്യൻ. എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജെനൈറ്റൽ എസ്തറ്റിക്സ് ആൻഡ് റീജനറേറ്റീവ് ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ അവരുടെ ഇൻറ്റിമേറ്റ് വെൽനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 15 ഇയേഴ്സ് 20 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരും മാരീഡ് ആവുന്നു. പ്രഗ്നൻസി, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഹോർമോണൽ ഇംബാലൻസും ഒക്കെ കഴിയുമ്പോൾ റെപ്പിറ്റേറ്റീവ് പ്രഗ്നൻസി, അതുപോലെ അത് കഴിയുമ്പോൾ മിനോപോസ് ഹിറ്റ് ചെയ്യുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു ലൈഫ്, ത്രൂ ഔട്ട് ലൈഫ് ഓരോ ഫീമെയിലും ശരിക്കും പറഞ്ഞാൽ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, വെജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ ലൂസ്നെസ്, അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ യൂറിൻ ഡ്രിബിൾ ചെയ്യുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ബോത്ത് സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ വേയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു ഫീമെയിലിനെ സംബന്ധിച്ച്. ആൻഡ് മെയിൽസ് മോസ്റ്റ്ലി വരുന്നത് പ്രിമച്വർ ഇജാക്കുലേഷൻ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ ഒരുപാട് മെഡിസിൻസ് കഴിച്ചു, സർജറി കഴിഞ്ഞു, എന്നിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റിനും പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതിൻ്റെ കാര്യം ഈ ഫിസിക്കൽ പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസ് അതായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ, എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണോ? ആ ഒരു ബോധവൽക്കരണം ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല കൃത്യമായിട്ട്? ശരിയാണ്. ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് ഒരു പ്രഗ്നൻസിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ അവൾ അമ്മയാവുമ്പോഴാണ് എന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു എമോഷണൽ ട്രോമയായിരിക്കും. അതുപോലെ തന്നെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ന്യൂ ബോണിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഡനായിട്ട് വന്നൊരു ചേഞ്ച് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്ട്രെച്ച് മാർക്സ് ആണെങ്കിൽ പോലും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു റിജുവനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് അത്. ഇപ്പോൾ മോസ്റ്റ്ലി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ആൾക്കാർ അത് ഒളിച്ചു വെച്ച് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, നമ്മളോട് വന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ല ചോദിക്കുന്നത്. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് അത് നമുക്ക് 2 രീതിയിലുണ്ട്, സർജറി ആൻഡ് നോൺ സർജിക്കൽ വേയും ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ അതിൻ്റെ ഒരു രോഗി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എക്സാമിനേഷന് മുന്നേ ഒരു പേഷ്യൻ്റ് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് തുറന്നു പറയണം. ആദ്യമേ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് വരുന്നത് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ ചൊറിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നമ്മളുമായിട്ടൊരു ബോണ്ടിങ് വരാൻ തന്നെ ഒരു 2-3 സെഷൻസ് ചിലപ്പോൾ എടുത്തു എന്ന് വരും. ഒരു കൺസൾട്ടേഷനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടറോട് പറയുമ്പോൾ പോലും അതായത് ആ കൃത്യമായ അസുഖം എന്താണ്, ബുദ്ധിമുട്ട് പറയില്ല. അതെ അതെ അതെ. ബിക്കോസ് റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് വന്നത്, ഒരു കപ്പിളാണ് വന്നത്. ലൈക്ക് അവർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കുറേ എടുത്തു, പക്ഷേ വെജൈനൽ റിജുവനേഷൻ വേണം. അവർ ഒരിക്കലും ഒരു പ്രഗ്നൻസിയോ ഒന്നും ഇതുവരെ നോക്കിയിട്ടുമില്ല, മീൻസ് ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള ഒരാൾക്ക് വെജൈനൽ റിജുവനേഷൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് വെജൈനസ്മസ് എന്ന് പറഞ്ഞ ചെറിയൊരു കണ്ടീഷനുണ്ട്. മീൻസ് പെയിൻഫുൾ ഇൻ്റർകോഴ്സ്, ഇൻവോളണ്ടറി ആയിട്ട് മസിൽസ് ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം ദാറ്റ് മീൻസ് ദാറ്റ് കപ്പിൾ ഓൾമോസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ആയി മാരീഡ് ആയിട്ട് ദേ ഹാവ് നെവർ അണ്ടർവെൻറ്റ് ത്രൂ ഇൻ്റർകോഴ്സ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫാക്റ്റ് മറച്ചു വെച്ചാണ് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് പലതും ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. എത്ര ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകാം, ഇതെന്താണ് കാരണമെന്നറിയാതെ എത്ര മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകാം അല്ലേ? അതെ അതെ. അതിനുശേഷമാണ് അനുഗ്രഹ അടുത്തേക്ക് വന്നത്.
അപ്പോ ഇത് ഈ ചോദിച്ചറിയാൻ തന്നെ 2-3 സിറ്റിംഗ് വേണ്ടി വരും. അതെ അതെ, നല്ല രീതിക്ക് അവർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ അത്രത്തോളം അവരോട് ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത്രയും അവർക്കും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യത്തുള്ളൂ. ജസ്റ്റ് നമ്മളൊരു പനിക്ക് മരുന്ന് വാങ്ങുന്നത് പോലെ ഒരിക്കലും പേഷ്യൻസ് ഓപ്പൺ അപ്പ് ആവില്ല മജോറിറ്റി ടൈംസ്. ഓക്കെ, നമ്മളിപ്പോൾ വജനയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ബ്രസ്റ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ ടമ്മി, ഇതെല്ലാം നമുക്ക് പിന്നീട് ഒരു പ്രസവം കഴിയുമ്പോൾ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് മോശമാകുന്നു, ഫിസിക്കലി അവൾ മോശമാകുന്നു, അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകുന്നു. പിന്നെ അതുമായി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ള ഒരു റിജുവനേഷനാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നത്. പണ്ടുള്ളവർ പറയുന്നത് എന്താണ്, പ്രസവം കഴിഞ്ഞിട്ട് വേദുകുളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അതിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് പാർട്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ് അവർ നോക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഓർ ഇംപ്രൂവിങ് ദ ഫങ്ഷൻ ആസ് വെൽ ആസ് ദ അപ്പിയറൻസ്. ഫങ്ഷൻ ആൻഡ് അപ്പിയറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സർജറി യൂറിൻ ഡ്രിബിൾ ചെയ്യുന്ന അവസ്ഥ, ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ പോലും യൂറിൻ പോകുന്ന അവസ്ഥയിലൂടെ ഒരുപാട് പേഷ്യൻസ്, ഒരുപാട് ഫീമെയിൽസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ മോസ്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വെജൈനൽ ഡ്രൈനെസ്, ലാക്സിറ്റി ഓഫ് ദ വെജൈന, ലൂസ്നെസ്, ഒരു ചൈൽഡ് ബർത്ത് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 50-60 ഇയേഴ്സിലുള്ള അമ്മമാർക്കാണ് മോസ്റ്റ്ലി ഈ വെജൈനൽ ലൂസ്നെസ് എന്ന് പറയുന്നത്. കാര്യം പണ്ടത്തെയൊക്കെ എന്ന് പറയുമ്പോൾ നോർമൽ ലേബറിൽ എങ്ങനെയെങ്കിലുമാണ് കുഞ്ഞ് വരുന്ന സമയത്ത് എപ്പിസിയോട്ടമി ചെയ്ത് അതൊരു സ്കൂളിലും ഒക്കെ നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ട് വാട്ട് ടു ഡു, അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഈ ബ്രൈറ്റ് ടു ബി ആൾക്കാർ പോലും നമ്മളെ തേടി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്ക്നെസ് ആണ്. അതെ അതെ അതെ, നമ്മൾ അതിനുള്ള ഇത് എന്താണ് കൊടുക്കുക? അത് ശരിക്കും പറഞ്ഞാൽ യൂണിസെക്സ് ആയിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. ഇന്നർ തൈ ഏരിയ അല്ലെങ്കിൽ അണ്ടർ ആം ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ഒക്കെ നോർമൽ സ്കിൻ ടോണിൽ നിന്ന് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നത്തിങ് അബ്നോർമൽ ഇൻ ദാറ്റ്, ബിക്കോസ് നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ഒരു ബ്രൗൺ സ്കിൻ ടോൺ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങും ഒക്കെ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഡാർക്ക്നെസ് വരുന്നുണ്ടാവുക. പക്ഷേ അത് ബോദർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി നീഡ് ടു റെസ്പെക്ട് ദാറ്റ് പേഷ്യൻറ്റ്. എന്നിട്ട് ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, വിച്ച് ക്യാൻ ബി ഡൺ ഓൾസോ. ഓക്കെ, അത് അവർക്ക് എത്രമാത്രം കോൺഫിഡൻസ് കൊടുക്കും എന്നുള്ളതും കൂടി താങ്കൾ നേരിട്ട് കാണുന്ന ഒരാളുടെ നിലയിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. കാരണം ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഉള്ളതാണെന്ന് വിചാരിച്ച് നമ്മളത് കളയാതെ അതൊരു പ്രശ്നമാണ്, അത് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, പിന്നീട് അവർക്കത് ഓക്കെ ആകുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും മോസ്റ്റ്ലി ഈ ബ്രൈറ്റ് ടു ബി എന്നുള്ളവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഇൻ കളർ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ, പാർട്ട്ണർ എന്ത് ചിന്തിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. അതുപോലെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ ഷോർട്ട് ടൈറ്റ്സ് ഇടാനൊക്കെയുള്ള ബുദ്ധിമുട്ടായിട്ടാണ് കൂടുതലും കുട്ടികൾ വരുന്നത്. മെയിൽസിനും ഇതേ പ്രശ്നം തന്നെയുണ്ട്. അവർക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് എന്നുള്ളതൊന്നുമല്ല, പക്ഷേ ഒരു വെൽബീയിങ് എന്നുള്ളത്, നമുക്ക് മിററിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ കണ്ട് ആഹാ കൊള്ളാം എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സൊക്കെ ആഗ്രഹിക്കുന്നത്. പുരുഷന്മാരിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എന്തിനായിരിക്കും അങ്ങോട്ടേക്ക്? ശരിക്കും പറഞ്ഞാൽ പ്രിമച്വർ എജാക്കുലേഷൻ കുറേ അധികം കേസസ് ഇപ്പോൾ വരുന്നുണ്ട്. സ്റ്റഡീസ് പറയുന്നത് 5 മെയിലിൽ ഒരാൾക്ക് ഈ പ്രിമച്വർ എജാക്കുലേഷൻ്റെ പ്രശ്നം ഉണ്ടാവും തന്നെയാണ്. അപ്പൊ നമ്മള് ഈ ഞാൻ ചോദിച്ച ആദ്യത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ മനസ്സിനൊരു ആദ്യം ഒരു സമാധാനം കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു സെഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? അത് അനുഗ്രഹ ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോ എന്താണ് തോന്നുന്നത്? ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ടോ, അതോ അത് വരുന്നവർ കുറവാണോ? ഇത് അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് ഉണ്ട്. അവർ ഇനീഷ്യൽ സെഷനിലൊക്കെ അയ്യോ അത് എങ്ങനെയാ അല്ലെങ്കിൽ എന്ത് പറ്റും, ഓൾ ദീസ് ആർ ലൈക്ക് ഒരു മെഡിസിൻ അല്ല, ടിപ്പിക്കലി ഒരു സീറോ ഡ്രഗ് തെറാപ്പിയാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത്. പ്രൊസീജിയർ ബേസ്ഡ് ആണ്. അപ്പം കൂടുതലും ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ്റെ കാര്യം വരുമ്പം സം പീപ്പിൾ ആർ ഡൗട്ട്ഫുൾ, സം പീപ്പിൾ അവർക്ക് അറിയാം, അല്ലെ ചില ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതായിരിക്കും. ആക്ച്വലി ഒരു ഇജാക്കുലേഷൻ ടൈം പ്രൊലോങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 minutes ആണ്. അപ്പോൾ 1-2 തവണ അങ്ങനെ ആയി എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല. ഒരു 6 months കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. യെസ്. ഓക്കെ,
മറ്റ് ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ സർജറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ നോർമലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖത്തിന് സർജറി ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല, ഇതൊരു അസുഖമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നൊരു വലിയൊരു ഒരു പാർട്ടുണ്ട് ഇതിനകത്ത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കവച്ചു വെച്ചാണ് അങ്ങോട്ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവരെ കാണാതെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് ഫാമിലി സപ്പോർട്ടൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ ചിലപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ സർജറിക്കായിട്ടൊക്കെ വരുന്നവരുടെ, അല്ലേ? ആക്ച്വലി അതൊരു വലിയ സർജറി അല്ല, ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, നോൺ സർജിക്കലാണ്. ഒരു ലഞ്ച് ടൈം പ്രൊസീജിയർ പോലെയൊക്കെ ഒരു 30-45 മിനിറ്റ്സിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ആരോടെങ്കിലും പറഞ്ഞിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ഓക്കെ ആണ്. ജസ്റ്റ് ഒരു ചെറിയ ഒരു പെയിൻ കില്ലറോ വല്ലോ അല്ലെങ്കിൽ ഒരു ഡോളോ പോലെ ചെറിയൊരു മരുന്ന്, ഒരു 2 ടാബ്ലറ്റ് വല്ലതും കൊടുത്ത് യൂഷ്വലി നമ്മൾ പേഷ്യന്റിനെ ആഫ്റ്റർ പ്രൊസീജിയർ സെൻഡ് ബാക്ക് ഹോം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഒരു എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പറയാനുണ്ട്. കാരണം ഇതിപ്പോൾ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞ ഒന്ന് ചിരിക്കുമ്പോൾ ചില സമയം നമ്മൾ പ്രസവം കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഒന്ന് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ മൂത്രം പോകുന്ന അവസ്ഥ. അത് പലപ്പോഴും പലരും പറയാതെ ഒന്ന് പാഡ് വെച്ചോ അല്ലെങ്കിൽ ഒരു അണ്ടർ ഗാർമെന്റ് കൂടെയൊക്കെ ഇട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് തന്നെ ഷെയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി താങ്കളുടെ അടുത്തേക്ക് വരുന്നു, അതിനുശേഷം അവർക്ക് അതിനൊരു ഫലം ഉണ്ടാകുന്നു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ള അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ്ലി പേഷ്യൻസ് വരുന്ന ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടാണ്. സ്പെഷ്യലി ഒരു യങ് ഡോക്ടർ അല്ലെങ്കിൽ മെയിൽസ് വരുവാണെങ്കിൽ മെയിൽ ഡോക്ടർ ഇല്ലേ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ബേസിക്കലി ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ പ്രൊഫഷണൽസ്. പിന്നെ വി ആർ ഹ്യൂമൻസ്, അതുകൊണ്ടാണ് ആ ജെൻഡർ ഡിഫറൻസിയേഷൻ ഉള്ളത്, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡോക്ടേഴ്സ് ദേ ആർ പ്രൊഫഷണൽസ്. പേഷ്യൻസിൻ്റെ ജെൻഡർ അനുസരിച്ച് നമുക്ക് പല അസുഖങ്ങളും ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അസുഖം, ഇപ്പോൾ പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ പ്രശ്നം മെയിലിൽ വരത്തില്ല, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഫീമെയിൽസിൽ വരത്തില്ല. അങ്ങനെ ആ ഒരു ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ആ ജെൻഡർ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റീസെൻ്റ്ലി എനിക്ക് ഒരു 50-year-old ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു നിയർ ബൈ ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ. അപ്പോൾ ആദ്യം ഭയങ്കര ഒരു എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ട്, ലെസ് ദാൻ 1 minutes ആണ് കിട്ടുന്നത്, പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നമുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, ഡയബറ്റിസ് ഉണ്ട്, ആൻഡ് എല്ലാവരും പറയുന്ന പോലെ വയഗ്ര കഴിക്കുമ്പോൾ കുഴപ്പമില്ല. സോ അതെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് വയഗ്ര എന്ന് പറയുന്നത് നമ്മുടെ BP കുറച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മെഡിസിനും കൂടെ ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് സേഫ്. അതുപോലെ ആർക്കും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു മരുന്നും അല്ല ഈ വന്ന കാലത്ത്. നേരത്തെ ആർക്ക് വേണമെങ്കിലും പ്രൊക്യൂർ ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള അറിയില്ല. ആൻഡ് സം ഓഫ് ഹിസ് ഫ്രണ്ട് ഹാഡ് റെഫേർഡ് മീ. അങ്ങനെ ഒരു കേസിലാണ് വന്നത്. പക്ഷേ ഇറ്റ് ടുക്ക് മീ ഓൾമോസ്റ്റ് 4 sessions. അയാളോട് പറഞ്ഞു, കൺവിൻസ് ചെയ്തു, ആൻഡ് അഗെയിൻ ഹീ ഗോസ് ആൻഡ് കം ബാക്ക്. അങ്ങനെ ഒരു എന്നിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ടുമായിട്ട് വരും, ഡോക്ടർ ഇതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാവരും അറിയത്തില്ലേ, അങ്ങനെയൊക്കെ പറയട്ടെ. ബട്ട് അൾട്ടിമേറ്റ്ലി ഹീ ഡിഡ് എ സെഷൻ വിത്ത് അസ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ കോൾ, ഐ എം ഫീലിംഗ് ബെറ്റർ. അല്ലെങ്കിൽ ഞാനൊരു 10 വർഷം മുമ്പുള്ള ആ ഒരു ഇതിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ മൈ പാർട്ട്ണർ സെഡ് ദ സെയിം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിയോ വാസ്കുലറൈസേഷൻ, ന്യൂ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് തന്നെ മാറുന്ന അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മള് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? യെസ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ട്രീനിയസ് എക്സസൈസ് എന്തായാലും ചെയ്യാൻ പാടില്ല ഫോർ 2 or 3 days. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ പറയാറില്ല. പിന്നെ കീപ് ദ ഏരിയ ക്ലീൻ. ഡോക്ടർ അനുഗ്ര നേരത്തെ ഈ പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതുമായി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുള്ള സ്വകാര്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ അല്പം പ്രായമുള്ളതാണെങ്കിൽ അത് ഏത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷെ പ്രായം പ്രശ്നമാണ്. അപ്പോൾ അനുഗ്രഹ അടുത്തേക്ക് ഈ കേട്ടറിഞ്ഞ് വന്നു കഴിയുമ്പോൾ അനുഗ്രഹം കാണുമ്പോൾ പറയാതെ പോകുന്നവരുണ്ടോ കാര്യങ്ങൾ? അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. യെസ്, മോളെ അമ്മയെ വിളിക്കുക എന്ന് പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. അപ്പം അല്ല ആക്ച്വലി എൻ്റെ അമ്മ കൊല്ലത്താ, വാട്ട് ഹാപ്പൻഡ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയാം, അല്ല മോളുടെ അമ്മയല്ലേ ഡോക്ടർ? ഞാൻ പറയില്ല, നോ ഇറ്റ്സ് മീ എന്നങ്ങനെ പറയാറുണ്ട്. ബട്ട്
എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 years പ്ലസ് എക്സ്പീരിയൻസും ഉണ്ട്. ഓക്കെ. സോ താങ്കൾ ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? എങ്ങനെ പോകുന്നു? ആക്ച്വലി എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്ട്രീമിലേക്ക് പഠിച്ചാൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ്. വേറെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എസ്തെറ്റിക് ആൻഡ് ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഈ ഹെയർ ലോസ്, ആക്നെ, സ്കിൻ ലൈറ്റനിങ്, കെമിക്കൽ പീൽസ്, PRP, ഗ്ലൂട്ടതയോൺ, അല്ലെങ്കിൽ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു കോസ്മെറ്റിക് ആൻഡ് റീജനറേറ്റീവ് ഗൈനക്കോളജിയും ജെനൈറ്റൽ എസ്തെറ്റിക്സും കുറച്ച് ഒരു വേറിട്ടൊരു ചിന്താഗതി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ അനുഗ്രഹം, ഈ നമുക്ക് ഈ മടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും മടിയുണ്ട്. നമ്മളൊന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. പക്ഷെ താങ്കളുടെ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് കാണുന്നുണ്ട് അല്ലെ? ഈ നേരിട്ട് കണ്ടല്ലാതെ നമ്മൾ വീഡിയോസ് വഴി എന്ത് വേണമെങ്കിലും നമ്മൾ എടുക്കുമല്ലോ. നേരിട്ട് കാണുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, ആളുകളെ കാണാതെ തന്നെ? അതെ അതെ. എങ്ങനെയാണ് അതിന്റെ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ? എങ്ങനെയാണ് ആളുകൾക്ക് വേണമെന്ന് തോന്നുന്ന കണ്ടന്റ് അങ്ങനെയാണോ? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതിനെക്കുറിച്ച് നീ ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയും. അതുപോലെ നമുക്ക് ക്ലിനിക്കിൽ കോൾസ് എവറി ഡേ വരും. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ലൈക്ക് അവരുടെ കൺസേൺ, ഇപ്പോൾ അണ്ടർ ആം പിഗ്മെന്റേഷൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോന്ന്. അപ്പോൾ വാട്ട് ക്യാൻ ബി ഡൺ? ചില ആൾക്കാർ ഹോം റെമഡി എന്തുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പൊതുവെ ഹോം റെമഡീസിൻ്റെ ആളോ അല്ലെങ്കിൽ ഞാൻ അതല്ല പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് ആൻഡ് വരുന്ന പേഷ്യൻസിന് റിസൾട്ട്സ് കൊടുക്കുക ആൻഡ് മേക്ക് ദം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഓക്കെ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ അനുഗ്രഹ. ഒരുപാട് പേര് ഇതുപോലെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ ഷോ കണ്ടിട്ട് ചിലപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് വരട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ എന്നുള്ളതാണ്. ഒരു ബോധവൽക്കരണമായി കൂടി ഈ ഷോ കാണുക. താങ്ക് യു സോ മച്ച് വന്നതിന്. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.